ഹായ് സുഹൃത്തുക്കളെ, മാലക്കല്ലുകാരൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മണിക്കൂറുകളായി ഞങ്ങളെയും കൊണ്ട് സഞ്ചരിച്ചിരുന്ന മാവേലി എക്സ്പ്രസ് കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ ഞങ്ങളെ ഇറക്കി അതിൻ്റെ യാത്ര തുടരുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടെ അവൻ്റെ ആ യാത്ര ഞങ്ങൾക്ക് നോക്കി നിൽക്കുകയാണ്. ജില്ലയുടെ തലസ്ഥാനം കാസർഗോഡാണെങ്കിലും തലയെടുപ്പും ജനസാന്ദ്രതയും നോക്കുമ്പോൾ കാഞ്ഞങ്ങാടിനാണ് പ്രധാന റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾ 3 ദിവസം മുമ്പ് മലബാർ എക്സ്പ്രസ്സിലാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഭിന്നശേഷിക്കാരായ ഞാനും മോനും ഭാര്യയും അടങ്ങുന്ന മൂവർ സംഘം. ഭിന്നശേഷി കപ്പാർട്ട്മെൻറ്റിൽ കയറാൻ ഒരല്പം ബുദ്ധിമുട്ടായിരുന്നെങ്കിലും യാത്രക്കാരുടെ സഹായത്തോടെ ഞങ്ങൾ അതിനുള്ളിൽ പ്രവേശിച്ചു. സാധാരണക്കാരായ കുറച്ച് പേരൊക്കെ അതിൽ യാത്രികരായി കയറി കൂടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു പരാതിയും പറയാൻ നിന്നില്ല. പക്ഷേ റെയിൽവേ ഇത് അല്പം കൂടെ കാര്യക്ഷമതയോടുകൂടി പരിഗണിക്കാറുണ്ട്. കാരണം ഒരുപാട് ഭിന്നശേഷിക്കാർ നടുവേദനയും ഇരിക്കാൻ വയ്യാതെയും നരങ്ങിയുമൊക്കെ വരുമ്പോൾ സീറ്റുകളൊക്കെ നല്ല ആരോഗ്യമുള്ളവരും മദ്യപിച്ചവരും ഒക്കെ കയ്യേറുമ്പോൾ അതൊരു ഭിന്നശേഷിക്കാരായ ഞങ്ങൾക്ക് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. യാത്രകൾ എപ്പോഴും ഒരു ഹരമാണ്. പ്രത്യേകിച്ച് വീൽ ചെയറിൽ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയ എന്നെപ്പോലുള്ളവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ് ട്രെയിനിലൊക്കെയുള്ള യാത്ര. ഇനി കാറിലായാലും ബസ്സിലായാലും ട്രെയിനിലായാലും വിമാനത്തിലായാലും യാത്ര വല്ലാതെ ഹരം പകരും. യാത്ര രാത്രിയിലായിരുന്നതുകൊണ്ട് പുറത്തെ കാഴ്ചകൾ അവ്യക്തമായിരുന്നെങ്കിലും ട്രെയിനിൻ്റെ ആ ഒരു സംഗീതം ഏറെ സന്തോഷത്തോടെ കേട്ടിരുന്നു. ഉറങ്ങാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉറങ്ങുവാനൊന്നും മെനക്കെട്ടില്ല. ഞങ്ങൾ ആസ്വദിച്ചിങ്ങനെ എറണാകുളവും കോട്ടയവും കൊല്ലവും ഒക്കെ കടന്ന് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഇന്ന് മുഴുവൻ അവിടെ കറങ്ങണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. മൃഗശാലയും ശംഖുമുഖം കടപ്പുറവും അതേപോലെ വെള്ളിക്കായലും ഒക്കെ കണ്ട് നാളെ വൈകുന്നേരത്തോടെ യാത്ര തിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. എന്തായാലും ഞങ്ങളുടെ യാത്ര തിരുവനന്തപുരത്തേക്ക് അടുക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാമെന്ന് കരുതുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന ഉറപ്പിൽ ഈ യാത്രാ വിവരണം ഇവിടെ അവസാനിക്കുകയാണ്. മാവേലി